നമസ്കാരം. താമരശ്ശേരി ചുരത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ തൊഴിൽ മേഖലയിൽ ആരംഭിച്ചു കഴിഞ്ഞ ഒരു വലിയ മാറ്റത്തിനെക്കുറിച്ചാണ് നാം ഇന്ന് താമരശ്ശേരി ചുരത്തിൽ ചർച്ച ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം കേരളത്തിൽ ഇന്ന് പുതിയതായി ഒരു വയോജന ക്ഷേമ വകുപ്പ് നിലവിൽ വന്നുകയും ഇത് ഈ ചുവടുമാറ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി കരുതാം. എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പ്രായമായ ആൾക്കാരുടെ എണ്ണം ജനസംഖ്യയിൽ വർദ്ധിച്ചു വരികയാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞും വരും. അപ്പോൾ കേരളത്തിലെ ആയുർദൈർഘ്യവും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പല വീടുകളിലും ഒറ്റയ്ക്ക് കഴിയുന്ന പ്രായമായവർ, അവർക്ക് തനിയെ അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയും കൂടെ വരുമ്പോൾ ആണ് ഈ വയോജന വകുപ്പും അതുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും വളരെ പ്രസക്തമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യം, അടുത്ത ഒരു 5-6 വർഷത്തിനുള്ളിൽ തന്നെ പുറത്തു പോകുന്ന പല ചെറുപ്പക്കാരും ഇന്ന് UK-യിലും യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്കും കെയർ ഗിവർ എന്ന ജോലിയിൽ പരിശീലനം നേടിയിട്ട് അവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർക്ക് കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കൈവരികയാണ്. കെയർ ഗിവർ എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിലൊരു സംശയം, ഇത് നഴ്സിംഗ് ജോലിയല്ലേ? അത് മാത്രമല്ല കെയർ ഗിവറിൽ വരുന്നത്. കെയർ ഗിവറിൽ ഒരു എൽഡർലി ആയിട്ടുള്ള ഒരു ആൾക്ക്, സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത ഒരാൾക്ക്, അയാൾക്കൊരു കൂട്ട്, അയാൾക്ക് ഒരു മൊബിലിറ്റി അസിസ്റ്റൻസ്, അല്ലെങ്കിൽ അയാൾക്ക് പുറത്തു പോകുമ്പോൾ അയാൾക്ക് സഹായിയായിട്ട് സാധാരണ മക്കളൊക്കെ കൂടെ കൊണ്ട് നടന്ന് ചെയ്യിക്കുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ, ബാങ്കിലാവട്ടെ ആശുപത്രിയിൽ പോകുന്നതായി ആകട്ടെ അതുപോലത്തെ കാര്യങ്ങൾ. ഒന്നുമല്ലെങ്കിൽ ഒരു സന്ധ്യ നേരത്ത് ഒരു പാർക്കിൽ പോകുന്ന ഒരു കാര്യം തന്നെ ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളിലെ സഹായം. അതുപോലെ തന്നെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, മരുന്ന് കഴിക്കുക, ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ചേർന്ന് വരുന്നതാണ് കെയർ ഗിവർ അല്ലെങ്കിൽ എൽഡർലി കെയർ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് വിദേശ രാജ്യങ്ങളിലെല്ലാം വളരെ അധികം പരിശീലനം ലഭിച്ച ആൾക്കാർ മാത്രം ചെയ്യുന്ന ജോലിയാണ്. അപ്പോൾ ഇതുപോലത്തെ ജോലി സാധ്യത കേരളത്തിൽ ഇനി വളരെ കൂടുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശീലന പരിപാടികൾ നിലവിൽ വരും. ഇവിടെ തന്നെ തൊഴിൽ സാധ്യത കൂടി വരും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. 2009 സെർബിയയുടെ തലസ്ഥാനമായ ബെൽഗ്രേഡിൽ പോയപ്പോൾ എനിക്ക് താമസിക്കാൻ കഴിഞ്ഞത് ഒരു പെൻഷൻ ഹോട്ടലിലാണ്. ഇപ്പോൾ ഈ പെൻഷൻ ഹോട്ടൽ എന്ന് പറയുന്നത് അതൊരു സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാമൂഹ്യക്ഷേമ പദ്ധതിയാണ്, സർക്കാരിൻ്റെ തന്നെ. അപ്പോൾ അവിടെ അല്ലാത്തവർക്കും താമസിക്കാം. അതൊരു വലിയ ഹോട്ടലാണ്, ബഹുനില മന്ദിരമാണ്. അപ്പോൾ അവിടെ ഞാൻ താമസിച്ചപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡൈനിങ് ഹാളിൽ വന്നിരിക്കുമ്പോൾ കണ്ട കാഴ്ച, നമ്മൾ സാധാരണ റേഷൻ കടകളിലെല്ലാം റേഷൻ കാർഡും കൊണ്ട് പോകുന്നത് പോലെ പ്രായമായ ആൾക്കാർ ഓരോ മേശയിൽ പോയിരുന്നിട്ട് അവരുടെ സുഹൃത്തുക്കളുമായി ഇരുന്ന് സംസാരിക്കുമ്പോൾ ചെറുപ്പക്കാരായ ആൾക്കാർ അവർക്ക് കഴിക്കാൻ പാലും മുട്ടയും ബ്രെഡും എല്ലാം അതുപോലത്തെ കാര്യങ്ങൾ അവരുടെ അടുത്ത് കൊണ്ട് കൊടുക്കുകയാണ്. അതുപോലെ അവരുടെ ഓരോ കാര്യങ്ങളും അവിടെ നോക്കപ്പെടുകയാണ്. അവരുടെ ആരോഗ്യ കാര്യങ്ങളായാലും ഭക്ഷണ കാര്യങ്ങളായാലും മരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ഇതെല്ലാം അവിടെ നടക്കുകയാണ്. ഇതുപോലത്തെ സംവിധാനങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷെ അതൊരു വലിയ തോതിൽ വരും. ഇവിടങ്ങളിൽ പ്രവർത്തിക്കാൻ പരിശീലനം സിദ്ധിച്ച ചെറുപ്പക്കാരുടെ ആവശ്യം കൂടി വരും. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ തൊഴിലവസരങ്ങൾ കൂടും. ഇതാണ് പറയേണ്ടത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പരിശീലന പദ്ധതികൾ, എങ്ങനെയൊക്കെ ഇതിൽ പോവാം എന്നുള്ളതാണ് ഇനി പറയുന്നത്. 12ാം ക്ലാസ് കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും മെഡിക്കൽ രംഗത്തിലുള്ള പ്രൊഫഷണലുടെ കാര്യമാണ് എടുത്തു പറയേണ്ടത്. അതിൽ MD ഇൻ ജീറിയാട്രിക്സ്, അത് 3 കൊല്ലത്തെ കോഴ്സാണ്. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജീറിയാട്രിക് കെയർ. അപ്പോൾ ഇതുപോലത്തെ കോഴ്സുകൾ മെഡിക്കൽ രംഗത്തുള്ളവർക്ക് തന്നെ വളരെ കൂടുതൽ സാധ്യതകളുള്ള ഒരു പരിപാടിയാണ്. ഇതല്ലാതെ മെഡിക്കൽ രംഗത്തുള്ള ഉള്ളവർക്ക് കെയർ ഗിവർ, ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ജോബ് റോളുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും മറ്റ് ഏജൻസികളും നിലവിൽ ഒരുപാട് പരിശീലന പരിപാടികൾ നടത്തുന്നുണ്ട്. അതിലെന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. കേരളത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുള്ളത്
ഇതിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇതുപോലത്തെ പരിശീലന പരിപാടികൾ നടത്തുമ്പോൾ ദേശീയ തലത്തിലായാലും അന്താരാഷ്ട്ര തലത്തിലായാലും അത് അക്രഡിറ്റഡ് പ്രോഗ്രാമുകളാണ്. ഇപ്പം ഇന്ത്യയിൽ അത്തരം അക്രഡിറ്റേഷൻ നൽകുന്നത് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് അനുസരിച്ചിട്ടുള്ള കോഴ്സുകളാണ് അക്രഡിറ്റഡ് കോഴ്സുകളെന്ന് പറയുന്നത്. ഇത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നാഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്റ്ററിലോട്ട് പോയാൽ മതി. NQR എന്ന ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നാഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്റ്റർ വരും. അപ്പോൾ ഈ കെയർ ഗിവർ ജോബ് റോളുകളിൽ നിലവിൽ ഇപ്പോൾ NSQF ലെവൽ 3, 4 എന്ന് വെച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും 12ാം ക്ലാസ് കഴിഞ്ഞവർക്കും ഇതുപോലത്തെ പല ജോബ് റോളുകളിലേക്ക് പരിശീലനം നൽകുന്ന കോഴ്സുകളാണ്. അപ്പോൾ ഇത് എവിടെയൊക്കെ ഉണ്ടെന്നറിയാം. ഉദാഹരണത്തിന് നമുക്കിവിടെ കേരളത്തിൽ അസാപ് കേരള 450 മണിക്കൂർ ദൈർഘ്യമുള്ള ലെവൽ 4 കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. 12ാം ക്ലാസ് കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് വരാൻ കഴിയുന്നത്. ഇതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിങ്, അതുപോലെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, ഇവരുടെയൊക്കെ പരിശീലന പരിപാടികൾ നിലവിലുണ്ട്. അപ്പോൾ ഇതുപോലത്തെ അംഗീകൃത സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ കഴിഞ്ഞാൽ ഒരു കെയർ ഗിവറായിട്ട് പല തലത്തിൽ പ്രവർത്തിക്കാം. നേരത്തെ പറഞ്ഞ പല തലങ്ങളുണ്ട്. നഴ്സിംഗ് മാത്രമല്ല. അതുപോലെ തന്നെ ഇതുമായിട്ട് ചേർന്ന് പുറത്തു പോകാൻ മൈഗ്രേഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അന്താരാഷ്ട്ര സർട്ടിഫിക്കേഷൻ നൽകുന്ന സ്ഥാപനങ്ങൾ കേരളത്തിൽ തന്നെ നിലവിലുണ്ട്. എറണാകുളത്തും തൃശ്ശൂരിലും പുതിയ സ്ഥാപനങ്ങളുണ്ട്. യൂറോപ്പിലും മറ്റു രാജ്യങ്ങളിലും പോയി പ്രവർത്തിക്കാൻ പറ്റുന്നുള്ള സർട്ടിഫിക്കറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് സാങ്കേതിക വിദ്യയുമായിട്ട് ചേർന്ന ഒരു മേഖല. അത് കെയർ ടെക് ഇന്നൊവേഷൻ എന്ന് പറയും. അതായത് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഇത് വികസിച്ചിരിക്കുന്നത് ജപ്പാനിലാണ്. കാരണം ജപ്പാൻ ഒരുപാട് പ്രായമായ ഒരു രാജ്യമാണ്. പ്രായമായ ആൾക്കാർ ഒരുപാട് ഉള്ള ഒരു രാജ്യമാണ്. അവിടെ ചെറുപ്പക്കാർ വളരെ കുറവാണ്. കേരളം അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ അവർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇതേപോലത്തെ എൽഡർലി കെയറിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് കട്ടിലിൽ കിടക്കുന്ന ഒരു പ്രായമായ ആൾക്ക് അദ്ദേഹത്തിന് തനിയെ എണ്ണിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത്തരം കിടക്കകൾ, അതുപോലെ എണ്ണീറ്റ് നടക്കാനും സ്വന്തമായി ടോയ്ലറ്റിൽ പോകാനും ഒക്കെ പറ്റുന്നുള്ള ചക്ര കസേരകൾ, എന്തിനേറെ പറയുന്നു പടിക്കെട്ടുകൾ, ചെറിയ പടിക്കെട്ടുകൾ ഇറങ്ങാനുള്ള ചക്ര കസേരകൾ വരെ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ഈ കെയർ ടെക് ഇന്നൊവേഷൻ എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യ വളരെയധികം കേരളത്തിലും വികസിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ 2 സാധ്യതകളാണ് വരുന്നത്. ഒന്ന് ബിസിനസ് സാധ്യതയാണ്. ഇത്തരം യന്ത്രങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ ഇവിടെ കൂടുതലായി വരും. ഇത് ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ആദ്യം തുടങ്ങുന്നത്. അതിനുശേഷം ഇവിടെ തന്നെ നിർമ്മാണവും തുടങ്ങിയേക്കാം. അപ്പോൾ എഞ്ചിനീയറിംഗ് മേഖലകളിലേക്ക് ഇതുപോലെ എൽഡർലി കെയറിലേക്ക് ആവശ്യമായ ആപ്പുകൾ, ചെറിയ റോബോട്ടുകൾ, അതുപോലെ തന്നെ ഇതേപോലത്തെ യന്ത്രങ്ങൾ ഉണ്ടാക്കുന്ന മേഖലയിൽ ഇന്നോവേഷൻ്റെ സാധ്യത വളരെയധികമാണ്. ഇനി ഇത് കൂടാതെ ഇതിൽ ബിസിനസ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ കേരളത്തിൽ അതിവേഗം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യം പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റ് ചില അവസരങ്ങളുടെ ലോകമുണ്ട്. താമരശ്ശേരി ചുരത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു രംഗം ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് ലോജിസ്റ്റിക്സ് രംഗമാണ്. നിങ്ങൾക്കറിയാം, വിഴിഞ്ഞം പോലത്തെ പദ്ധതികൾ വരുമ്പോൾ കേരളത്തിൽ അടുത്ത ഒരു 10 കൊല്ലത്തിനകം, 10 കൊല്ലം വേണ്ട, ഒരു 5 കൊല്ലത്തിനകം വളരെയധികം മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ആ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും, കേരളത്തിന് എങ്ങനെ അത് തൊഴിൽ മേഖലയെ രൂപപ്പെടുത്തും എന്നായിരിക്കും നമ്മൾ അടുത്ത എപ്പിസോഡിൽ സംസാരിക്കുന്നത്. വീണ്ടും കാണാം. നമസ്കാരം.